പൗരത്വ നിയമ ഭേദഗതി ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്തതിനെതിരെ പ്രതിഷേധം കനക്കുകയാണ്. ഇപ്പോൾ തിരുവനന്തപുരത്ത് രാജ്ഭവനിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തിയിരിക്കുന്നു. മാർച്ചിന്റെ ദൃശ്യങ്ങളിലേക്ക്. ഇപ്പോൾ ഈ വാർത്തയുടെ വിവരങ്ങളുമായി സൂര്യഗായത്രി തിരുവനന്തപുരത്ത് ചേരുന്നു. സൂര്യ, ഈ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണോ? എന്താണ് ഇപ്പോൾ അവിടുത്തെ ഒരു അവസ്ഥ? പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധ പരിപാടികളാണ് പ്രതിപക്ഷ പാർട്ടികൾ, പ്രതിപക്ഷവും കോൺഗ്രസും അതുപോലെ തന്നെ ഭരണപക്ഷവും കേരള സംസ്ഥാനത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഒരു സമരമാണ് ഈ രാജ്ഭവനിലേക്ക് നടക്കുന്നത്. പ്രവർത്തകർ ഈ ബാരിക്കേഡ് മറിച്ച് കടക്കാൻ ശ്രമിച്ചതോടുകൂടി 2 തവണ ജലപീരങ്കി പ്രയോഗിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതൊരു കരിനിയമമാണ്. ഇതിനെതിരെ സംസ്ഥാനത്ത് അല്ലെങ്കിൽ രാജ്യത്ത് എല്ലാവരും ഒരുമിച്ച് നിന്ന് ഈ നിയമത്തിനെ എതിർക്കണമെന്നൊരു ആവശ്യമാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത്. നാളെ KPCCയുടെ നേതൃത്വത്തിലും രാജ്ഭവനിലേക്ക് പ്രതിഷേധം സംഘടിപ്പിക്കുന്നുണ്ട്. അതിന്റെ ഒരു തുടക്കം എന്നോണമാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഒരു സമരം നടത്തുന്നത്. ഈ ജലപീരങ്കി പ്രയോഗിച്ചതോടുകൂടി പോലീസിന് നേർക്ക് പ്രവർത്തകർ കമ്പും കല്ലും ഒക്കെ വലിച്ചെറിയുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. സമരം വലിയ രീതിയിലുള്ള അക്രമാസക്തമായിട്ട് കടന്നിട്ടില്ല. പ്രവർത്തകർ ഇപ്പോൾ ബാരിക്കേഡിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. ഈ നിയമത്തിനെതിരെ, ഈ ഒരു പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് കോൺഗ്രസിന്റെയും അതുപോലെ തന്നെ CPMന്റെയും ഒക്കെ നിലപാട്. ഇതനുസരിച്ചുള്ള സമര പരിപാടികൾ വരും ദിവസങ്ങളിൽ ശക്തമാക്കാനും നേതൃത്വത്തിൽ തന്നെ ചർച്ചയുണ്ടായി കഴിഞ്ഞിട്ടുണ്ട്. നാളെ വലിയ രീതിയിലുള്ള പ്രതിഷേധ പരിപാടികളാണ് KPCCയുടെ നേതൃത്വത്തിൽ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഇന്നിപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ആ ഒരു സമരത്തിന് തുടക്കമെന്നോണം ാണ് ഇന്നിപ്പോൾ ഇവിടെ സമരം നടത്തുന്നത്. എന്തായാലും പ്രതിഷേധക്കാർ ഇപ്പോൾ മുദ്രാവാക്യ വിളികളുമായി റോഡിന് നടുക്ക് കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. ഇതുവഴിയുള്ള ഗതാഗതമൊക്കെ തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സമരമാണ് ഇപ്പോൾ നടക്കുന്നത്. ലിബീഷ്, ഈ സമരത്തിന്റെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ പോലീസ് ഇപ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ഒരു നടപടിയിലേക്ക് കടക്കുകയാണോ? ലിബീഷ്, യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റാണ് പ്രതിഷേധ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. തുടർന്ന് രാജ്യത്ത് എല്ലാവരും ഒരുമിച്ച് നിന്ന് BJP ഗവൺമെന്റ് നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന, കേന്ദ്ര സർക്കാർ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ഈ ഒരു നിയമ ഭേദഗതിക്കെതിരെ പോരാടണം എന്നൊരു കാര്യം ഉദ്ഘാടന പ്രസംഗത്തിൽ യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് പറയുകയുണ്ടായി. അതേ തുടർന്നാണ് ബാരിക്കേഡ് മറിച്ച് കടക്കാൻ ഉള്ള ഒരു ശ്രമം പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായത്. തുടർന്ന് 2 തവണ ജലപീരങ്കി പ്രയോഗിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും പ്രവർത്തകർ പിരിഞ്ഞു പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ജലപീരങ്കി പ്രയോഗിച്ചതിന് ശേഷം പ്രവർത്തകർ കുറച്ചു സമയം ഈ ബാരിക്കേഡിന് മുന്നിൽ കുത്തിയിരുന്ന് മുദ്രാവാക്യങ്ങൾ ഉയർത്തിയിരുന്നു. തുടർന്ന് നാളെ KPCCയുടെ നേതൃത്വത്തിൽ ഇതിലും വലിയ സമര പരിപാടികൾ ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് പ്രവർത്തകർ ഇപ്പോൾ ഒരു സമരമായിട്ട് പിരിഞ്ഞു പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. പ്രവർത്തകരൊക്കെ തന്നെ ഈ ഒരു സമര മുദ്രാവാക്യങ്ങൾ അവസാനമായുള്ള മുദ്രാവാക്യ വിളികൾ കഴിഞ്ഞതിന് ശേഷം പിരിഞ്ഞു പോകുന്നുണ്ട്. ലിബീഷ്, അതായത് ഈ സമരം തുടക്കത്തിലെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും പോലീസിന് നേരെ ഒരു അക്രമം ഉണ്ടാവുകയായിരുന്നു. അതോ ഉദ്ഘാടനത്തിന് ശേഷം ഇപ്പോൾ ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമമാണോ ഉണ്ടായത്? ലിബീഷ്, തുടക്കത്തിൽ ഈ ഒരു പ്രതിഷേധ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തതിനു ശേഷം പ്രവർത്തകർ ബാരിക്കേഡ് മറിച്ച് കടക്കാനുള്ള ഒരു ശ്രമമൊക്കെ ഉണ്ടായിരുന്നു. അത് തുടക്കത്തിൽ തന്നെ പോലീസ് ഈ ഒരു ജലപീരങ്കി പ്രയോഗിക്കുകയും അത് തടസ്സപ്പെടുത്തുകയും ചെയ്തിരുന്നു. തുടർന്ന് ഇപ്പോൾ പ്രതിഷേധക്കാർ മടങ്ങിപ്പോവുകയാണ്. മടങ്ങിപ്പോവുക എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഒരു നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ വരാനിരിക്കുന്ന വലിയ സമരങ്ങൾക്കൊരു തുടക്കം എന്നാണ് ഇപ്പോൾ നടന്ന പ്രതിഷേധത്തിന് സമരക്കാർ
പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നാളെ KPCCയുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള ഒരു സമര പരിപാടികളുമായി പോകും. അപ്പോഴും ഈ പ്രവർത്തകരും ഇതിനേക്കാൾ വലിയ ഒരു ജനപങ്കാളിത്തം നാളത്തെ സമരത്തിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോഴത്തെ ഈ ഒരു സമരം പ്രവർത്തകർ അവസാനിപ്പിക്കുന്നത്. ഇപ്പോൾ എന്തായാലും യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ രാജ്ഭവനിലേക്ക് നടത്തിയിരുന്ന സമരത്തിൽ പ്രവർത്തകർ പിരിഞ്ഞു പോയിരിക്കുകയാണ്. ശരി സൂര്യ, പൗരത്വ നിയമ ഭേദഗതി ചട്ടങ്ങൾ ഭേദഗതി ചെയ്ത് സർക്കാർ ഇറക്കിയ വിജ്ഞാപനത്തിനെതിരെ വലിയ പ്രതിഷേധമാണ് സംസ്ഥാനത്ത് ഉയരുന്നത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ രാജ്ഭവനിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം, പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാമാണ് ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്തത്. തുടർന്ന് പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് യൂത്ത് കോൺഗ്രസ് ഉയർത്തിയത്. ഏറെ നേരം അവിടെ ഗതാഗതം തടസ്സപ്പെട്ടു. ഇപ്പോൾ പ്രവർത്തകർ രാജ്ഭവന് മുന്നിൽ നിന്ന് പിരിഞ്ഞു പോയിരിക്കുകയാണ്. വിവരങ്ങളാണ് സൂര്യഗായത്രി നൽകിയത്.